വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്കും ഇരുട്ടിൽ നിന്ന് കൂരിരുട്ടിലേക്കും അധോഗമനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ, വെളിച്ചത്തിന്റെ വാഹകരെന്ന് അഹങ്കരിച്ചുകൊണ്ടിരുന്ന ഒരു ജനതയെ, വിശ്വദർശനമായ പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളുടെ എല്ലാം വെളിച്ചമായ ഖുർആനിന്റെ വെളിച്ചത്തിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ ആഹ്വാനം ചെയ്ത മഹാനായ ഒരു രക്തസാക്ഷിയുടെ ഈ അനുസ്മരണ ദിനത്തിൽ ഇവിടെ നിൽക്കുവാനും നിങ്ങളെല്ലാം പരിചയപ്പെടുവാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ ഞാൻ വിനയാന്വിതനാവുകയാണ്. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും ധീരനായ വിപ്ലവകാരി എന്ന് വർത്തമാനകാലം ഉദ്ഘോഷിക്കുന്നില്ലെങ്കിലും തീർച്ചയായും നാളത്തെ ചരിത്രം ഈ മഹാപ്രതിഭാശാലിയെ അവഗണിച്ചുകൊണ്ട് കേരളത്തിന്റെ ചരിത്രം എഴുതുവാൻ സത്യസന്ധരും നിഷ്പക്ഷരുമായ ചരിത്രകാരന്മാർക്ക് സാധിക്കുകയില്ല. ഞാൻ ആദ്യമായി അദ്ദേഹത്തിന്റെ ധീരന്മാരായ മക്കളോടും അദ്ദേഹത്തിന്റെ ധീരന്മാരായ കുടുംബാംഗങ്ങളോടും എൻ്റെ ആദരവും എൻ്റെ ബഹുമാനവും എൻ്റെ സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ആദ്യമായാണ് മഹാനായ ചേകനൂർ മൗലവിയുടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ ഞാൻ ആദ്യമായി പങ്കെടുക്കുകയാണ്. കേരളത്തിലെ സുശക്തമായ ഒരു കേഡർ സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്ന ഞാൻ പണ്ഡിതനല്ല, പ്രഭാഷകനല്ല, നിങ്ങൾ കരുതുന്ന ഒരു പ്രത്യേകതയും എനിക്കില്ല. ഭാഗ്യവശാൽ ഒരു ക്ഷണം കിട്ടി ഞാനിവിടെ വന്നു. അതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ഇരുട്ടിൽ നിന്നും ഇരുട്ടിലേക്കും അവിടെ നിന്ന് കൂരിരുട്ടിലേക്കും അധോഗമനം ചെയ്യുന്ന വെളിച്ചത്തിന്റെ വാഹകരെന്ന് അഹങ്കരിക്കുന്ന ഒരു ജനതയെ ഖുർആൻ എന്ന വിശ്വദർശനത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക്, കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിലേക്ക് അദ്ദേഹം ഒന്ന് ശ്രദ്ധ തിരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം ഏൽപ്പിച്ച മഹത്തായ ദൗത്യം നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. പക്ഷെ ചരിത്രത്തിൽ എന്നും വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ കുറച്ചാളുകളെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഉണ്ടാവാൻ പാടുള്ളൂ. സത്യത്തിനെന്നും സത്യത്തെ പ്രതിനിധീകരിക്കാനും സത്യത്തെ പിന്തുണയ്ക്കുവാനും മഹാന്മാരായ പ്രവാചകന്മാരെന്ന വാക്ക് എനിക്ക് ശക്തമായ വിയോജിപ്പുള്ളൊരു വാക്കാണ്. എന്ന് വെച്ചാൽ ഭാവി പ്രവചിക്കുന്നവര്, ആ പ്രവാചകൻ എന്ന ഭാഷ നമ്മൾ ഒഴിവാക്കണം. പുതിയൊരു പദം കണ്ടെത്തേണ്ടതുണ്ട്. മൗലികയുടെ ഒരു റിക്വസ്റ്റാണ് എനിക്ക്. മഹാന്മാരായ സന്ദേശവാഹകരെന്ന് പറയാം. നബി എന്ന വാക്കിന് പ്രവാചകൻ എന്ന് എങ്ങനെ അർത്ഥ വ്യതിയാനം വന്നു, വിവർത്തനം വന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും മഹാന്മാരായ സത്യത്തിന്റെ സന്ദേശവാഹകർക്കെല്ലാം അവരുടെ ദൗത്യത്തിൽ വളരെ കുറച്ച് ആളുകളുടെ പിന്തുണയും സപ്പോർട്ടും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കടലോളം വലിയ ഒരു ആൾക്കൂട്ടത്തെക്കാൾ ശക്തരും തന്റേടികളും സ്വാതന്ത്ര്യമെന്ന മഹത്തായ വിശ്വമൂല്യത്തെ ആദരിക്കുന്നവരുമാണ് എന്ന് ഞാൻ കരുതുന്നു. ലോകത്തെ ഏറ്റവും വലിയ മൂല്യം സ്വതന്ത്രമായി ചിന്തിക്കുക എന്നതാണ്. ഏറ്റവും ഒന്നാമത്തെ ദൈവികവും ദിവ്യവും ഏറ്റവും ഒന്നാമത്തെ മാനുഷിക മൂല്യവും സ്വതന്ത്രമായി ചിന്തിക്കുക എന്നതാണ്. മുഹമ്മദ് നബിയുടെ വരവിനെ കുറിച്ച് ഖുർആൻ ഉദ്ഘോഷിക്കുന്നത് തന്നെ എന്നാണ്. അവരെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെക്കാനും അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചങ്ങലകൾ പൊട്ടിച്ചെറിയാനും ഇത് തന്നെയാണ്
ലോക മാനവ ചരിത്രം കണ്ട എല്ലാ മഹാത്മാക്കളുടെയും ആഗമനോദ്ദേശം ഈ ഭാരം ഇറക്കി വെക്കലും ഈ ചങ്ങല പൊട്ടിക്കലുമാണ്. പക്ഷേ ഇരുട്ടിന്റെ 1000 ചങ്ങലകൾ, അന്ധകാരത്തിന്റെ 1000 ചങ്ങലകൾ മനുഷ്യന്റെ മേൽ വീണ്ടും 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 വരിഞ്ഞു മുറുങ്ങിക്കൊണ്ടിരിക്കുന്നു. വ്യവസ്ഥാപിതമായ മതങ്ങൾ അവർക്ക് ചെയ്യാനുള്ള ദൗത്യം അതാണ്. കാരണം സ്വതന്ത്രനായി ഭൂമിയിൽ ജനിച്ച മനുഷ്യന് സ്വതന്ത്രമായി ചിന്തിക്കാൻ, ഫണ്ടമെന്റൽ റൈറ്റ്സില് മനുഷ്യന് ഇന്നും, ഞാൻ പറയുകയാണെങ്കിൽ മനുഷ്യൻ ഇന്നും ശരിക്കും ലഭിച്ചിട്ടില്ലാത്ത മൗലികമായ അവകാശം, അവന് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശമാണ്. അത് ഏറ്റവും കൂടുതൽ നിഷേധിക്കപ്പെടുന്നതാവട്ടെ ലോകത്തെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ വിശുദ്ധ ഖുർആന്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്ന ഒരു ജനതയ്ക്കാണ്. അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ആ സ്വതന്ത്ര ചിന്തയുടെ സ്വാതന്ത്ര്യമായി ചിന്തിക്കാനുള്ള അവകാശം സഹോദരങ്ങൾ നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ചു വാങ്ങണം, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമല്ല. മൗലവിയുടെ ഭാഷയിൽ ഒരു ലൈലത്തുൽ ഖദറിലാണ് നമ്മളുള്ളത്. ഞാൻ അദ്ദേഹവുമായിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ, ഞാൻ പണ്ഡിതനല്ല, എനിക്ക് ഭാഷാപരമായ പാണ്ഡിത്യമൊന്നുമില്ല. ഏത് അർദ്ധരാത്രി വിളിച്ചാലും എനിക്ക് മറുപടി തരും. ഞാൻ വിളിച്ചിട്ട് ചോദിക്കും, ഖുർആനിലെ ഓരോ പദങ്ങൾ, ഇതിന്റെ ശരിക്കുള്ള ഭാഷാർത്ഥം എന്താണ്? തഫ്സീറുകളൊക്കെ എൻ്റെ വീട്ടിൽ ഒരുപാടുണ്ട്. എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായതും കൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ഈ ഒരു അവസരം. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. ഒരു കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഇസ്ലാമിക സംഘടനയാണ്, ഒരു കാഡർ സംഘടനയാണ്. ആ സംഘടനയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്കറിയാം, ഒരു കേഡർ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു സാധാരണ മനുഷ്യന് മാറി ചിന്തിക്കുക എന്നുള്ളത് വലിയൊരു റിസ്ക് ആണത്. അതിനെ വേണമെങ്കിൽ ധീരമായൊരു കുതിച്ചുചാട്ടം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ധീരമായൊരു കുതിച്ചുചാട്ടമാണത് ശരിക്കും. പക്ഷെ എന്നെ മാറ്റി ചിന്തിപ്പിച്ചത് ഭാരതീയ സംസ്കാരത്തിന്റെ ഹിമാലയ ശൃംഗം എന്നറിയപ്പെടുന്ന, എവറസ്റ്റ് എന്നറിയപ്പെടുന്ന ഉപനിഷത്തുകളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ അറബികളൊന്നുമല്ല, ഭാരതീയരാണ്. ഞാൻ ആദ്യമായി ഇന്ത്യക്കാരനാണെന്ന് പറയാൻ ഞാൻ അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഫസ്റ്റ് ഐ ആം ആൻ ഇന്ത്യൻ. ശരിയല്ലേ സഹോദരങ്ങളെ? ഞാൻ ആദ്യമായി ഒരു ഇന്ത്യക്കാരനാണ്, ഞാനൊരു ഭാരതീയനാണ്. ഞാൻ അറബിയുമല്ല, ഞാൻ അറേബ്യൻ സംസ്കാരത്തിന്റെ പ്രചാരകനുമല്ല, ഭാരതീയനാണ്. അതുകൊണ്ട് തന്നെ ഭാരതീയൻ എന്ന നിലയ്ക്ക് ഞാൻ ഉപനിഷത്തുകൾ, ഭാരതത്തിന്റെ പൈതൃകമായ മഹത്തായ ചിന്തകളുടെ കാമധേനു എന്നറിയപ്പെടുന്ന ഉപനിഷത്തുകളിലേക്ക് എന്റെ ഉള്ളിൽ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യബോധം എന്നെ ഒന്ന് അങ്ങോട്ട് നയിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മനുഷ്യന് എത്ര വലിയ സ്വാതന്ത്ര്യമാണ് ഈ 1000 1500 കാലഗണന നിർണയിക്കപ്പെട്ടിട്ടില്ലാത്ത വേദങ്ങളുടെ, ഋഗ്വേദത്തിന്റെയും യജുർവേദത്തിന്റെയും സാമവേദത്തിന്റെയും ഒക്കെ എസൻസ് എന്ന് പറയപ്പെടുന്ന ഉപനിഷത്തുകളിൽ ആ കാലഘട്ടത്തിൽ ഭാരതത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം എത്ര സ്വാതന്ത്ര്യമാണ് കൊടുക്കുന്നത്. ഗുരു ശിഷ്യനോട് പറയുകയാണ്, നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ശിഷ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉപനിഷത്തുകളിലുണ്ട്. ആ ചോദ്യം എങ്ങാനും ഞാനോ നിങ്ങളോ ചോദിച്ച കൊന്നുകളയും. അതാണല്ലോ അദ്ദേഹത്തിനുണ്ടായത്. ചേതന്നൂർ മൗലവി അത് സമൂഹത്തോട് ചോദിച്ചു. സുസംഘടിതരായ പണ്ഡിത വരേണ്യന്മാരോട് അദ്ദേഹം അത് ചോദിച്ചു. സമൂഹത്തിന് വേണ്ടി അദ്ദേഹം ചോദിച്ചു. അദ്ദേഹത്തിന് അറിയാം മറുപടി. ഒരു സമൂഹത്തിന് വേണ്ടി അവർ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ മറുപടി പറയൂ, ദയവ് ചെയ്ത് ഇതിനൊരു മറുപടി തരുമെന്ന്. അനുഭവം നമുക്കറിയാം. അതിന്റെ 20ാമത്തെ രക്തസാക്ഷി ദിനത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. പക്ഷെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലെ സന്യാസി വര്യന്മാർ ശിഷ്യന്മാരോട്, അന്ന് ഗുരുകുല സമ്പ്രദായമാണ്, ചോദിക്കാൻ പറഞ്ഞു എന്ത് വേണമെങ്കിലും. ചോദ്യം എന്താ അറിയോ? ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന്. നമ്മളൊക്കെ ചോദിക്കാൻ അറയ്ക്കുന്ന ചോദ്യമാണ്. എവിടെ നിന്ന് ദൈവം എന്ന കോൺസെപ്റ്റ് ഉണ്ടായി? എന്താണ് ആത്മാവ്? മരണം എന്താണ്? ആത്മാവ് എവിടേക്ക് തിരിച്ചു പോകും? ഈ പഞ്ച ഇന്ദ്രിയങ്ങൾ പുറത്തോട്ടാണല്ലോ തിരിച്ചു വെച്ചിരിക്കുന്നത്, അകത്ത് വല്ലതും ഉണ്ടോ? ഉറക്കം എന്താണ്?
ഫ്രോയിഡും കാൽജങ്കും പോലുള്ള മഹാന്മാരായ മനഃശാസ്ത്ര വിശാരദന്മാർ ഈ നൂറ്റാണ്ടിൽ വിശകലനം ചെയ്ത കാര്യങ്ങൾ അന്ന് അവർ ഗുരുക്കന്മാരോട് ചോദിക്കുകയാണ്. എന്താണ് ഉറക്കം? സ്വപ്നം എന്താണ്? സുഷുപ്തി എന്താണ്? ജാഗ്രത എന്താണ്? സുഷുപ്തിയിൽ ആത്മാവ് എവിടെ പോകുന്നു? സ്വപ്നത്തിൽ ആത്മാവിന് ഏത് ഭാഗത്താണ് ആത്മാവ് കുടിയിരിക്കുന്നത്? എന്താണ് ചോദ്യങ്ങൾ തമ്പുരാനെ? ഏതെങ്കിലും ഒരു മുസ്ലിം സമൂഹത്തിലെ ഒരു ചെറുപ്പക്കാരൻ ആ ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ഇനി നമ്മോട് തന്നെ നമ്മൾ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഇങ്ങനെയൊക്കെ ചോദിക്കാം അല്ലേ? അങ്ങനെ ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ പുറത്തേക്കുള്ള വഴി നാഷണൽ ഹൈവേ 47 പോലെ തുറന്നു തന്നു. ഞാനിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. സഹോദരന്മാരെ, ചോദ്യങ്ങൾ ചോദിക്കും, അതിനെന്താ ഭയപ്പെടണം? അഫലാ തഅഖിലൂൻ, വിശുദ്ധ ഖുർആന്റെ ഏറ്റവും പ്രചോദിപ്പിക്കുന്ന വാക്കാണത്. വൈ നോട്ട് യു തിങ്ക്? എന്താണ് നിങ്ങൾ ചിന്തിക്കാത്തതെന്ന്? എന്താണ് ചിന്തിക്കാത്തത്? ചിന്ത എന്തിന് പണയം വെക്കണം? ഖുർആന്റെ ഏറ്റവും പ്രചോദിപ്പിക്കുന്ന ആഹ്വാനമാണ്, എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് അല്ലേ? ആയാത്തിൽ ലിഖൗമിൻ യഅഖിലൂൻ. തെറ്റുണ്ടെങ്കിൽ പറയണം, ഭാഷാപരമായ മിസ്റ്റേക്കുകൾ വരും, പണ്ഡിതനല്ല ഞാൻ, അതുകൊണ്ട്, കാരണം ഖുർആൻ ആണ് ഞാൻ പറയുന്നത്. അഫലാ യതദക്കറൂൻ, എത്ര പ്രാവശ്യമാണ് എനിക്ക് തോന്നുന്നു സുജൂദ് ചെയ്യാൻ പറഞ്ഞതിനേക്കാൾ ഏറെ ഖുർആൻ ഏറ്റവും കൂടുതൽ ആഹ്വാനം ചെയ്തത്, എന്റെ വിവരം ശരിയാണെങ്കിൽ, ചിന്തിക്കാനും പഠിക്കാനുമാണ് അല്ലേ? അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കുക, ധീരമായ വായനയാണ് നമുക്ക് ആവശ്യം. ഞാൻ വെറും വായന എന്നല്ല പറയുന്നത്, ധീരമായ വായന, സ്വതന്ത്ര ചിന്തയോടുകൂടിയുള്ള വായന. മൃഗത്തിൽ നിന്നും മനുഷ്യനിലേക്കുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചാല്, നമ്മൾ ചെയ്യുന്നതൊക്കെ മൃഗങ്ങൾ ചെയ്യുന്നുണ്ട്. മൃഗം വായിക്കുന്നില്ല എന്ന് വെച്ചാൽ ചിന്തിക്കുന്നില്ല. മൃഗത്തിന് ചിന്തിക്കേണ്ടതില്ല. ഈ ചിന്ത എന്ന് കൂച്ചുവിലങ്ങടപ്പെടുന്നുവോ നമ്മളൊരു മൃഗമായിട്ട് തരം താഴുകയാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ വളരെ സാരസമ്പുഷ്ടമായ ഒരു പ്രഭാഷണമാണ്. എനിക്ക് തന്നെ കുറെ അറിവുകൾ കിട്ടി. ഇപ്പോൾ അദ്ദേഹം ഇനിയും നല്ല പ്രൗഢഗംഭീരമായ അർത്ഥസമ്പുഷ്ടമായ പ്രഭാഷണങ്ങൾ വരാനിരിക്കുകയാണ്, വിജ്ഞാന ദീപകമായ പ്രഭാഷണങ്ങൾ. ഏതായാലും എനിക്ക് എൻ്റെ ഒരു ചെറിയ, ഒരു സാധാരണ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം നമ്മളെയൊക്കെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. തീർച്ചയായും ഒരു സത്യത്തിന്റെ സന്ദേശവാഹകൻ, ഒരു സത്യം മനുഷ്യർക്ക് സത്യം എത്തിച്ചു കൊടുക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു പണ്ഡിതന് വന്ന ഈ അവസ്ഥയിൽ നമുക്കൊക്കെ ദുഃഖമുണ്ടെങ്കിലും അദ്ദേഹം വലിയൊരു വിപ്ലവത്തിന് തിരികൊളുത്തിയിട്ടാണ് പോയിരിക്കുന്നത്. തീർച്ചയായും ധീരമായി ചിന്തിക്കാനും ധീരമായി ചോദ്യം ചോദിക്കാനും വായിക്കാനുമുള്ള വിശുദ്ധ ഖുർആന്റെ ആഹ്വാനം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇനിയുള്ള നാളുകൾ നമുക്ക് കൂട്ടായി, ഉപനിഷത്തിലെ ഒരു പ്രാർത്ഥനയുണ്ട്, നമുക്കൊന്നിച്ച് ചിന്തിക്കാം, ഒറ്റയ്ക്കും കൂട്ടായും നമുക്ക് ചിന്തിക്കാം. തീർച്ചയായും ഒരു കാര്യം നമുക്കറിയാം, ഒരു കാര്യം ഈ ആധുനിക കാലഘട്ടം ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ധാരാളം മതങ്ങളുണ്ട്, വെൽ എസ്റ്റാബ്ലിഷ്ഡ് റിലിജിയൻസ്. എന്റെ ഭാഷയിൽ പൊളിറ്റിക്കൽ റിലിജിയൻസ് എന്നാണ് നമ്മൾ കാണുന്ന ഏകദേശം എല്ലാ മതങ്ങളും, ബുദ്ധമതം ഒഴികെ, പൊളിറ്റിക്കൽ റിലിജിയൻസ് ആണ്. എന്ന് വെച്ചാൽ ഇവർക്കെല്ലാം അധികാരം അത്യന്താപേക്ഷിതമാണ്. വിത്തൗട്ട് പവർ ദേ കാൺട്ട് എക്സിസ്റ്റ്. അധികാരമില്ലാണ്ട് അവർക്ക് നിലനിൽക്കാൻ സാധ്യമല്ല. അധികാരമില്ലാതെ ഇവിടെ ഒരു മതത്തിനും നിലനിൽക്കാൻ സാധ്യമല്ല. എല്ലാ മതങ്ങളും, വ്യവസ്ഥാപിതമായ എസ്റ്റാബ്ലിഷ്ഡ് റിലിജിയൻസ് എല്ലാം. ചേകന്നൂർ മൗലവി വധിക്കപ്പെട്ടു, പിന്നീട് എന്തെല്ലാമോ അന്വേഷണങ്ങളുണ്ടായി. കേരളത്തിലെ ഏതോ ഒരു സംഘടനയുടെ ഏതോ ഒരാൾക്ക് നേരെ
വിരൽ ചൂണ്ടപ്പെട്ടു. പക്ഷെ അധികാരം കുറ്റവാളികളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് മതങ്ങൾക്ക് അധികാരത്തിന്റെ താങ്ങും തണലുമില്ലാതെ നിലനിൽക്കാൻ സാധ്യമല്ല. പക്ഷെ സത്യത്തിന് അത് വേണ്ട. ഇന്ന് എല്ലാ മതങ്ങളും, ഏത് മതം എടുത്താലും ശരി, എല്ലാ മതങ്ങളും അധികാരത്തിന്റെ തണലിൽ സുഖമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ യഥാർത്ഥ സത്യം ഖുർആന്റെ മഹിതമായ ആ ദർശനങ്ങൾക്ക് വിശ്വമാനവിക ദർശനമാണ് ഖുർആൻ സത്യത്തിൽ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഏറ്റവും രസകരമായ ഒരു കാര്യം, ഏകദേശം 25 വർഷം ഖുർആനും ഹദീസുമായിട്ട് ഒരു സാധാരണക്കാരൻ എന്ന് വെച്ചാൽ അറേബ്യയിലൊന്നും ജനിച്ച, അറബി ഭാഷയൊന്നും പഠിക്കാത്ത ഒരു ഇന്ത്യക്കാരനായ ഒരു സാധാരണക്കാരൻ പാരമ്പര്യമായി മുസ്ലിമായി ജനിച്ചു. നമ്മുടെയൊക്കെ ഏകദേശം അവസ്ഥ അതാ. നമ്മളാരും അറബികളല്ല, നമുക്കാരും അറേബ്യൻ സംസ്കാര നാഗരികതയുമായിട്ടൊന്നും വലിയ ബന്ധങ്ങളില്ല. പക്ഷേ അങ്ങനെ ഖുർആൻ ഒരു 25 വർഷത്തോളം പഠിച്ചിട്ടും എനിക്ക് മനസ്സിലാവാത്ത കുറെ കാര്യങ്ങൾ, അന്ന് മനസ്സിലാവാത്തത്, നമ്മുടെ പെർസ്പെക്റ്റീവ് ഒന്ന് മാറ്റി വെച്ചപ്പോൾ, നമ്മുടെ കാഴ്ചപ്പാട് ചെറിയ ഒരു മാറ്റം, ആ പെർസ്പെക്റ്റീവ് മാറ്റിയിട്ട് ഖുർആനിലേക്ക് പോകുമ്പോൾ എന്താ മഹത്തായ ആശയങ്ങളുടെ ഒരു ഒഴുക്കിങ്ങനെ കാണാണ്. അതിമഹത്തായ ആശയങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ അതിന് വിശ്വമാനവിക ദർശനം എന്ന് പറയുന്നത്. ഖുർആൻ പരിചയപ്പെടുന്ന ഒരു ഏകത്വ ദർശനമാണ്, കേവലം ഏകദൈവ സങ്കല്പമല്ല. എന്നാൽ ഇന്ന് പല ഇതര മതങ്ങളുടെ ശ്രേഷ്ഠന്മാരായ പണ്ഡിതന്മാർ വരെ ഇസ്ലാമിനെ പറയുന്നത് ഏകദൈവ സങ്കല്പത്തിൽ അധിഷ്ഠിതമായ മതം എന്നാണ്. അങ്ങനെ തരംതാഴ്ന്നു പോവാണ്. അല്ല, ഏകത്വ ദർശനത്തിൽ അധിഷ്ഠിതമായ ഒരു വേദമാണ് ഖുർആൻ. ഏകത്വ ദർശനം എന്ന് പറഞ്ഞാൽ മനുഷ്യരെയും പ്രപഞ്ചത്തെയും ഒരു ഹാർമണിയിൽ, ഒരു ട്യൂണിങ്ങില്, ഒരു സിംഫണി പോലെ കൊണ്ടു നടക്കാൻ കെൽപ്പുള്ള മഹത്തായ ദർശനം. അതാണ് ഏകത്വ ദർശനം. പക്ഷെ ഈ ഏകത്വ ദർശനം പുരോഹിതന്മാർക്ക് ദഹിക്കൂല. ഒരിക്കലും രാഷ്ട്രീയക്കാർക്ക് പറ്റുമോ? പറ്റില്ല. മനുഷ്യരെല്ലാവരും ഒന്നായ ഒരു രാഷ്ട്രീയ പാർട്ടിക്കല്ലേ ചാൻസ് ഉള്ളൂ. മനുഷ്യർ ഭിന്നിക്കണം. മനുഷ്യരെന്നും ഭിന്നിച്ച് അമീബയെ പോലെ പിളർന്നുകൊണ്ടിരുന്നാൽ മാത്രമേ പൗരോഹിത്യത്തിനും പൊളിറ്റീഷ്യൻസിനും നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് ഖുർആന്റെ ഏകത്വ ദർശനം നടപ്പിലാക്കാൻ കുറച്ച് പണിയുണ്ട്, വിഷമമാണ്. കാരണം അതിവിടെ ആരും സ്വീകരിക്കാൻ തയ്യാറല്ല. പക്ഷെ ഏതായാലും നമുക്ക് ശ്രമിക്കാം. കാരണം അത് അള്ളാഹുവിൻ്റെതാണ്, അത് അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണ്. പ്രപഞ്ചങ്ങളെ മുഴുവൻ എല്ലാ പ്രപഞ്ചങ്ങൾക്കും കാരണഭൂതനായ ആ ശക്തി സ്രോതസ്സിൽ നിന്ന് വെളിപ്പെട്ടതാണ് ഖുർആൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ അതിന്റെ ആശയങ്ങൾ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ്. അതിന് വേറെ തെളിവിന്റെ ആവശ്യമില്ല. ആ ആശയങ്ങൾ അത്രയും ഉയർന്ന ആശയങ്ങളാണ്. ഏതായാലും ആ അർത്ഥത്തിൽ ഖുർആനെ ഒന്ന് സമീപിക്കാൻ നമ്മൾ തയ്യാറായാൽ നമുക്ക് ഒരു പിടിവാശിയില്ല. നമുക്കാർക്കും പിടിവാശിയില്ലല്ലോ. ഈ നിലവിലുള്ളതല്ല, അല്ലെങ്കിൽ ഇതാണ് ശരി. പക്ഷെ ആ രീതിയിൽ സ്വതന്ത്രമായി ഒന്ന് ഖുർആനെ സമീപിച്ചാൽ കഴിയുമെങ്കിൽ തഫ്സീറുകളില്ലാതെ, കാരണം വ്യാഖ്യാനങ്ങളാണ് ആകെ പ്രശ്നം ഉണ്ടാക്കുന്നത്. തഫ്സീറുകളില്ലാതെ, കാരണം അള്ളാഹുവിന്റെ ദൈവത്തിൻ്റെതെന്ന് പറയപ്പെടുന്ന വചനങ്ങൾ അത് ലളിതമായിരിക്കണം. ലളിതമായിരിക്കും. കാരണം പണ്ഡിതന്മാർക്ക് മാത്രം മനസ്സിലാക്കാനായിട്ട് ദൈവം അവതരിപ്പിക്കുമോ? ഇല്ല. പണ്ഡിതനും പാമരനും ഒരുപോലെ മനസ്സിലാക്കാനും പകർത്താനും പാകപ്പെട്ട രീതിയിലായിരിക്കണം ഏതായാലും ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ തന്റെ ദിവ്യവചനങ്ങൾ അവതരിപ്പിക്കുക. എങ്കിൽ അത് വളരെ ലളിതമായിരിക്കും, സുതാര്യമായിരിക്കും, ട്രാൻസ്പെറൻസി ഉണ്ടാവും അതിന്. എന്നാൽ ഇന്ന് നമ്മൾക്ക് മതം പഠിക്കണമെങ്കിൽ, ഇന്ന് മതം ശരിക്കും ഒരാൾക്ക് പഠിക്കണമെങ്കിൽ അയാൾക്ക് അറബി ഭാഷയിൽ പാണ്ഡിത്യം മാത്രം പോരാ. അയാൾക്ക് കർമ്മശാസ്ത്രത്തിൽ നന്നിച്ചിരുന്ന ഒരു ഡോക്ടറേറ്റെങ്കിലും വേണം. ഞാൻ പറഞ്ഞത് ശരിക്കും പഠിക്കാനാട്ടാ, അന്ധമായി പിന്തുടരാനല്ല. മതം പഠിക്കണമെങ്കിൽ കർമ്മശാസ്ത്രത്തിൽ ഒരു ഡോക്ടറേറ്റെങ്കിലും വേണം. കാരണം ഡോക്ടറേറ്റിൽ കുറഞ്ഞ ഒരാൾക്ക് പറ്റൂല. കാരണം 1008 അഭിപ്രായങ്ങളാണ് ഓരോ ഹദീസുകളെ പറ്റിയിട്ടും. ഖുർആന്റെ തന്നെ വചനങ്ങൾ വിവർത്തനം ചെയ്യപ്പെടുന്നത്, വ്യാഖ്യാനിക്കപ്പെടുന്നത്, ചരിത്രം. നമ്മൾ വേറിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, മതം എന്ന് പറയുന്നത് സംസ്കാരവുമായും ചരിത്രവുമായും അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എന്നാൽ മഹത്തായ ദർശനങ്ങൾ അങ്ങനെയല്ല. ദർശനങ്ങൾക്ക് സംസ്കാരത്തിന്റെയോ ചരിത്രത്തിന്റെയോ പിന്തുണ ആവശ്യമില്ല.
ദർശനങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ വേറിട്ട് നിൽക്കുന്നതാണ്. മതം പഠിക്കണമെങ്കിൽ ചരിത്രം പഠിക്കണം, സംസ്കാരം പഠിക്കണം, എല്ലാം പഠിക്കണ്ടേ നമുക്ക് മതം പഠിക്കണമെങ്കിൽ? എസ്റ്റാബ്ലിഷ്ഡ് റിലിജിയൻസ് ഏത് പഠിക്കണമെങ്കിൽ സംസ്കാരം പഠിക്കണം, ചരിത്രവും പഠിക്കണം. സംസ്കാരവും ചരിത്രവും എല്ലാ കാലത്തും വികലമാക്കപ്പെട്ടതാണ്. നമുക്കതിന് പ്യൂറായിട്ടുള്ളത് കിട്ടില്ല. എന്നാൽ മഹത്തായ ദർശനങ്ങൾ അങ്ങനെയല്ല. മഹത്തായ ദർശനങ്ങൾ വളരെ ക്ലിയറാണ്. അതിങ്ങനെ വേറിട്ട് നിൽക്കും. പാലിൽ നിന്നും വെണ്ണ എടുക്കുന്നത് പോലെ, അടിച്ച് വെണ്ണ എടുക്കുന്നത് പോലെ നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകൾ, എൻ്റെ അനുഭവങ്ങളും ആശയങ്ങളും നിങ്ങളായിട്ട് പങ്കുവെച്ചതാണ്. ഞാൻ നിർത്തുകയാണ്. എനിക്ക് അവസരം തന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.